നമുക്ക് വളരെ ഈസി ആയിട്ട് റവ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള റവ ഇഡ്ഡലി. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് രാവിലത്തെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഗ്ലാസ് റവ. ഇത് വറുക്കാത്ത റവയാണ്. ഇങ്ങനെ 2 ഗ്ലാസ് റവ കൊണ്ട് ഒരു 10 ഇഡ്ഡലിയൊക്കെ വരും കേട്ടോ. ഇതിലേക്ക് 1 ഗ്ലാസ് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിൽ കുറച്ച് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ആക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി വെള്ളം ഒഴിക്കാം. 4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അപ്പം നല്ല റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ട് റവ കണ്ട നന്നായിട്ട് കുതിർന്നു. അപ്പോൾ നമ്മൾ വറുക്കാത്ത റവയെ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ഇഡ്ഡലി ബാറ്റർ ഒന്ന് കുറച്ച് തിക്കായിട്ട് വേണം. പക്ഷെ ഇത് ഒരുപാട് തിക്കാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, അധികമൊന്നും ഒഴിക്കണ്ട. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്, അധികം വേണ്ട, കുറച്ച് ഉഴുന്നും പരിപ്പ്, കടുക് പൊട്ടി വരുമ്പോൾ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പച്ചമുളക് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. തീ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ സോഡ, കുക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ ഉണ്ടാക്കണം. മേലെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സോഡയുടെ നന്നായിട്ട് മിക്സ് ആക്കുക. സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ട മാവ് കുറച്ച് നല്ല ഫ്ലഫി ആയിട്ട് വന്നു. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കി ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് എണ്ണയൊക്കെ തടവി വെച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി വെന്തോന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂട്ടോടുകൂടി നമുക്കിതൊരു കാസറോളിലേക്ക് മാറ്റാം. കണ്ട നല്ല ബോൾ പോലെ ഉണ്ട്, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് ഇഡ്ഡലി. നല്ല സോഫ്റ്റാണ്. നമുക്കിതൊരു കാസറോളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല പഞ്ഞി പോലെ റവ ഇഡ്ഡലി റെഡി. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഡ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊന്തി വരും ഇഡ്ഡലി. ഇത് നല്ല സാമ്പാറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാം. കൂടുതൽ സ്വാദ് ഉണ്ടാവുക നമ്മുടെ കാരച്ചട്നി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ പറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.